ഹായ്. അപ്പം 2025 ജനുവരി മാസമായിട്ടുണ്ട്. അപ്പോൾ പുതിയ വർഷമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ അപ്കമിങ് മൂവീസ് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 എന്നുള്ള വർഷം ലാലേട്ടന് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമായിരിക്കും. ഒരുപാട് ഡിസാസ്റ്ററുകൾ സമ്മാനിച്ച വർഷമായിരുന്നു ലാലേട്ടന്. അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 2025 ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ ലാലേട്ടനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് KR സുനിലിനൊപ്പം തിരക്കഥ എഴുതി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരെന്ന് പറഞ്ഞ സിനിമ. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ്. ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സാധാരണക്കാരൻ്റെ ലുക്കിൽ വരുന്ന ഒരു സിനിമ കൂടി ആണെന്നുള്ളൊരു പ്രത്യേകത തുടരെന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയത് മുതൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകരെല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജനുവരി മാസം 30-ാം തീയതി ഈ ഒരു സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഡേറ്റ് മാറും എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ OTT റൈറ്റ്സ് ഒന്നും വിറ്റ് പോയിട്ടില്ല എന്നതാണ് കാരണം. നമ്മൾ അറിയുന്നത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. 30-ാം തീയതി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. എന്നാൽ അടുത്ത ദിവസം തന്നെ എന്തെങ്കിലും ടീസറോ ട്രെയിലറോ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വെയിറ്റ് ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ സിനിമാ പ്രേമികളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് L2E എമ്പുരാൻ. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. മുരളി ഗോപി എഴുതി നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇന്ന് അപ്ഡേറ്റ് വന്നു പറഞ്ഞാൽ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് മാസം 27-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അടുത്ത സിനിമ എന്നുള്ളത് MMMN മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ മൂവി. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും കുഞ്ചാക്കോവനും ഫഹദ് ഫാസിലും നയൻതാരയും എന്നിവരൊക്കെ ഒരുമിക്കുന്ന ഒരു വലിയൊരു താരനിലയിൽ വരുന്ന ഒരു ബിഗ് ബജറ്റ് മൂവി എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല ഇതുവരെ. ഒരു ഷൂട്ടിങ്ങൊക്കെ പുരോഗമിക്കുകയാണ്. ഈ വർഷം ലാസ്റ്റൊക്കെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ, നാലാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ സത്യന്തിക്കാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ. മോഹൻലാൽ, ഐശ്വര്യലക്ഷ്മി, സംഗീത് പ്രതാപ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സത്യന്തിക്കാറിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടൻ വരുന്ന സമയത്ത് നല്ലൊരു സിനിമ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാവട്ടെ എന്നുള്ളതാണ് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ. അടുത്ത ഒരു തെലുങ്ക് മൂവിയാണ് വൃഷഭ. മലയാളത്തിലും തെലുങ്കിലും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു മൾട്ടിലിംഗൽ മൂവിയാണ്. ഒക്ടോബർ മാസം 16-നാണ് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുള്ളത്. മലയാളത്തിലും തെലുങ്കിലും കൂടി വരുന്നൊരു സിനിമയാണ് വൃഷഭ എന്ന് പറഞ്ഞ സിനിമ. വലിയൊരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അതുപോലെ തന്നെ ഒരു തെലുങ്ക് മൂവി കൂടി ഉണ്ട്. അതിൽ ആ ഒരു സിനിമയിൽ ഗസ്റ്റ് റോൾ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഏപ്രിൽ മാസം 25-നാണ് ഈ ഒരു സിനിമയുടെ റിലീസ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ജിത്തു മാധവൻ്റെ കൂടെ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കാൻ ചർച്ചയിലാണ്. ഈ വർഷം തന്നെ ആരംഭിക്കും, ഈ വർഷം തന്നെ സംഭവിക്കും എന്നൊക്കെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഏകദേശം വന്നിട്ടുള്ള സിനിമകളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ഉണ്ട്, ജീത്തു ജോസഫിൻ്റെ കൂടെ ഒരു സിനിമ എന്നുള്ളത്. നേര് പറഞ്ഞ സിനിമ കഴിഞ്ഞ വർഷത്തെ ഒരു മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ജീത്തു ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. റാം എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി കുറേ കാലങ്ങളായി. അത് ഈ വർഷം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം നമുക്ക്. അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എന്ന് വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഷൂട്ടിംഗ് പുരോഗമിക്കാണ്ട്. അതിന് ഇനിയും ഷൂട്ടിംഗ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പാർട്ടുകളായിട്ടാണ് റാം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ ഒരു സിനിമ പ്രതീക്ഷയാണ് 2025 സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും വേറെ പ്രൊജക്റ്റുകൾ ഉണ്ടോ എന്നറിയില്ല.
വേറെയും പ്രൊജക്റ്റുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു വർഷമാകട്ടെ നമ്മുടെ ലാലേട്ടൻ. ഈ ഒരു വർഷം എന്നുള്ള 2025 എന്നുള്ള വർഷം നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.